പതിവ് പോലെ അയാൾ ആ ഞായറാഴ്ചയും പലചരക്ക് കടയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാൻ പോയി. സാധനങ്ങളെല്ലാം എടുത്ത ശേഷം അയാൾ പലചരക്ക് കടക്കാരനോട് അവിടെയുള്ള ഫോണിൽ നിന്ന് ഒരു ഫോൺ ചെയ്യാൻ അനുവാദം ചോദിച്ചു. അയാൾ സമ്മതം കൊടുത്തു. അയാളുടെ ഫോൺ സംഭാഷണം കടക്കാരൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മറുവശത്ത് ഒരു സ്ത്രീയാണ്. അയാൾ ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലെ ആ വലിയ തോട്ടത്തിലേക്ക് ഒരു തോട്ടക്കാരനെ ആവശ്യമുണ്ടോ? ഞാൻ ഒരു ജോലി അന്വേഷിക്കുകയാണ്. ഇല്ല, ഞാനിപ്പോൾ ഒരു തോട്ടക്കാരനെ അന്വേഷിക്കുന്നില്ലെന്ന് അവർ മറുപടി പറഞ്ഞു. വീണ്ടും അയാൾ അവരോട് ചോദിക്കുന്നു, ഞാൻ വളരെ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യും. നിങ്ങൾ ദയവായി എന്നെ ജോലിക്കെടുക്കണം. വീണ്ടും അതിന് മറുപടിയായി ആ സ്ത്രീ പറയുന്നു, ഞങ്ങൾക്ക് ഓൾറെഡി ഒരു തോട്ടക്കാരൻ ഇപ്പോൾ ഉണ്ട്. അയാളുടെ ജോലിയിൽ ഞാൻ സംതൃപ്തയാണ്. വീണ്ടും ഇത് കേട്ട് അയാൾ അവരോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ജോലിക്കാരന് കൊടുക്കുന്ന പണത്തിന്റെ പകുതി എനിക്ക് തന്നാൽ മതി. അയാളെക്കാൾ ആത്മാർത്ഥതയോടെ ഞാൻ ജോലി ചെയ്തു കൊള്ളാം. ഇതിന് മറുപടിയായി വീണ്ടും ആ സ്ത്രീ പറയുന്നു, ഇപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള തോട്ടക്കാരൻ വളരെ വർഷങ്ങളായി വളരെ വിശ്വസ്തയോടും ആത്മാർത്ഥതയോടും കൂടെ ഞങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്തു വരികയാണ്. ചെറിയൊരു ലാഭത്തിന് വേണ്ടി അയാളെ മാറ്റി പുതിയൊരാളെ എടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ദയവായി എന്നോട് ക്ഷമിക്കണം. ആ ഫോൺ സംഭാഷണം അവിടെ അവസാനിക്കുന്നു. ഇയാളുടെ അവസ്ഥ മനസ്സിലാക്കി പലചരക്ക് കടക്കാരൻ ഇയാളോട് പറയുന്നു, നിങ്ങളൊരു ജോലിയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവിടെ ഈ കടയിൽ ഞാൻ നിങ്ങൾക്ക് ജോലി തരാം. നാളെ മുതൽ നിങ്ങൾ ജോലിക്ക് വന്നോളൂ. ഇത് കേട്ട് ചെറുതായൊന്ന് പുഞ്ചിരിച്ച് അയാൾ മറുപടി കൊടുത്തു, വേണ്ട, എനിക്ക് ഓൾറെഡി ഒരു ജോലിയുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ അയാളെ നോക്കി നിന്ന കച്ചവടക്കാരനോട് ഇയാൾ പറഞ്ഞു, ഇപ്പോൾ ഞാൻ സംസാരിച്ച ആ സ്ത്രീയുടെ വീട്ടിലെ ആ തോട്ടക്കാരൻ ഞാൻ തന്നെയാണ്. കഴിഞ്ഞ ദിവസം എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇത്ര ആത്മാർത്ഥതയോടെ ജോലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളെക്കാൾ മെച്ചപ്പെട്ട ഒരാളെ മെച്ചപ്പെട്ട ശമ്പളത്തിന് ജോലിക്ക് കിട്ടിയാൽ അവർ നിങ്ങളെ ഉപേക്ഷിക്കുകയുള്ളൂ. അതങ്ങനെയല്ല എന്ന് അവൾക്കൊന്ന് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ ഫോൺ ചെയ്തത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇങ്ങനെ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത്, അത് നമ്മുടെ തൊഴിൽ മേഖലയിലാകട്ടെ, കർമ്മ മേഖലയിലാകട്ടെ, നമ്മുടെ ബന്ധങ്ങളിലാകട്ടെ, 100% ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും നമ്മളെക്കാൾ വിലയുള്ളതൊന്നും അവർക്കിനി ലഭിക്കില്ല എന്ന് തോന്നിക്കും വിധം നമ്മൾ നമ്മുടെ ജീവിതം ജീവിച്ചു തീർക്കണം. ജീവിത വിജയത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ഒന്നാണ് ആത്മാർത്ഥത എന്ന് മറക്കാതിരിക്കുക. അപ്പൊ അത്രയ്ക്കുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചുമ്മാ തങ്ങ് ചിരിച്ചോണം. ജീവിതം പൊളിയാണ്. ബൈ ബൈ, സീ യു.